ബ്ലേഡാണ് പൈസ മേടിക്കുന്നത്. പിന്നെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് കച്ചവടക്കാർ നിൽക്കുന്നത്. അവിടെയൊക്കെ അവസ്ഥ ദയനീയമാണിത്. ഇതൊരു പക്ഷേ ഭാവിയിൽ 2-3 വർഷം കഴിയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർ നിരംവരിച്ചായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് 51 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്താംകോട്ടയിൽ പലചരക്ക് വ്യാപാരം ആരംഭിച്ച ഒരു വ്യക്തി, ശാസ്താംകോട്ട സ്വദേശിയായിട്ടുള്ള ശിവൻപിള്ള. ഇപ്പം ഓൺലൈൻ വ്യാപാരത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ പഴമക്കാർക്ക് പലതും പറയാനുണ്ട്. ഓൺലൈൻ കച്ചവടമൊക്കെ അല്ലേ കേട്ടോ വരുന്നത്? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഒരവസ്ഥ? പണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കൊച്ചുകടക്കാരെയാണ്. അത് മാത്രമല്ല, അന്ന് ഈ സാമ്പത്തിക മാന്ദ്യമുള്ള ഒരു കാലഘട്ടം. കാരണം കൂലി വിലയ്ക്ക് പോകുമ്പോൾ തുച്ഛമായ പൈസയാണ്. ആ കുടുംബത്തിന് ചിലപ്പം ഞങ്ങളെപ്പോലുള്ള കൊച്ചു കച്ചവടക്കാർ അവരുടെ ആശ്രയം ഇന്ന് ഞങ്ങളെയായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളെ മാറ്റി. ഈ കൊച്ചു കച്ചവടക്കാരുടെ ആവശ്യം അവർക്കില്ല. രൂപയ്ക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങി കച്ചവടം തുടങ്ങിയതാണ് ശിവൻപിള്ള. വർഷങ്ങൾ പിന്നിട്ടതോടെ കടയിലേക്ക് എത്തുന്ന നാട്ടുകാരുടെ എണ്ണം കൂടി. ആത്മബന്ധമായിരുന്നു കച്ചവടത്തിന്റെ ആണിക്കല്ല്. ഇന്ന് അതില്ല. അന്നെന്ന് പറയാൻ ബന്ധമാണ്. കാര്യം നമ്മളെ അവർ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ശിവൻപിള്ള എന്ന് പറഞ്ഞ വ്യക്തി. അത് അവരുടെ ആ സഹകരണമായിരുന്നു. അവരുടെ സഹകരണം ഞാനും തിരിച്ച് അങ്ങോട്ട് സഹായിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഉള്ള പൈസ വാങ്ങിച്ച് എൻ്റെ ഈ സ്ഥാനം വാങ്ങി അതിൽ കിട്ടുന്ന ലാഭം കൊണ്ട് ഞാൻ ജീവിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇന്നത് മാറി. കോവിഡ് കാലത്തിന് ശേഷമാണ് ഓൺലൈൻ വിൽപ്പന വില്ലനായത്. സൂപ്പർ മാർക്കറ്റുകൾ കൂടി സജീവമായതോടെ ശിവൻപിള്ളയെ പോലുള്ളവരുടെ കടയിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു. കല്യാണവും മരണവും മറ്റെന്ത് വിശേഷം വരുമ്പോഴും സാധനം കൊടുത്ത് സഹായിച്ചിട്ടുള്ളതും സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കൊച്ചു കച്ചവടക്കാരും വലിയ കച്ചവടക്കാരുമാണ്. പക്ഷെ അതൊക്കെ ആൾക്കാർ ഇപ്പോൾ മറന്നു. കാര്യം ഇപ്പോൾ അവർക്കൊന്നും അവരെ ആവശ്യമില്ല. പാരമ്പര്യമായി കച്ചവടം ഉപജീവനമാർഗമാക്കിയവരിൽ മിക്കവരും മറ്റു തൊഴിലുകൾ തേടി. മറ്റൊരു ജോലിയും അറിയാത്തവർ ഇപ്പോഴും കച്ചവടം തുടരുന്നു, നഷ്ടമായിട്ട് പോലും. 1974 ആഗസ്റ്റ് ചിങ്ങ 1 അന്ന് മുതൽ ഇന്നേക്ക് എനിക്ക് പ്രായം 76 വയസ്സ് പൂർത്തീകരിച്ചു. എനിക്ക് അതിരുന്ന് തന്നെ മരിക്കണമെന്നൊരാഗ്രഹമുള്ള അങ്ങനെയുള്ള ആഗ്രഹം എനിക്ക്. അതാണ് 74 തുടങ്ങിയ വ്യാപാരമാണ് 52 വർഷം പിന്നിടുന്നു. ഇപ്പോൾ ഇനി അധികകാലമൊന്നും ഇങ്ങനെയുള്ള ചെറുകടകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ പറയുന്ന കാര്യമാണ്. കാര്യം ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടി ചെറുകടകളൊക്കെ തന്നെ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.